അപ്പൊ ഒരു മുസ്ലിം പെൺകുട്ടി എന്റെ കോളേജിൽ ഒരു ഗ്രൂപ്പ് ഡാൻസ് കളിച്ചു. ഹിജാബ് ധരിച്ചാണ് കളിച്ചത്. അതിപ്പോ വലിയ രീതിയിൽ വിഷയമായിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഡാൻസും അതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തരുടെ വീഡിയോകളുമാണ് വന്നേക്കുന്നത്. ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷെ പലർക്കും അത് അത്ര ദഹിച്ചില്ല. സംഭവം എന്താന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഒരു മുസ്ലിമാണ്, ഹിജാബ് ധരിച്ചാണ് ഡാൻസ് കളിച്ചത്. അത്ര തന്നെ. നിനക്ക് നരകത്തിന്റെ വിറകുള്ളി ആകണോ മോളെ എന്ന് പറഞ്ഞ് കുറെ എണ്ണം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഇത്താത്ത ഉണ്ട്. പുള്ളിക്കാരിയുടെയാണ് കോമഡി എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരി ഒരു വ്ളോഗറാണ്. ഇൻസ്റ്റാഗ്രാമിൽ പല രീതിയിൽ ഡാൻസ് കളിച്ച് നടന്ന ആളാണ് ഈ ഇത്താത്ത. പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് താത്തയിൽ ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. ഇത്താത്താക്ക് ബോധോദയം വന്നു. ഇത്താത്ത അങ്ങ് നന്നായി. പിന്നെ തട്ടവിടലും അങ്ങനെയുള്ള രീതിയിലൊക്കെ നടക്കലായിരുന്നു ഇത്താത്തയുടെ മെയിൻ പരിപാടി. ഇപ്പം മുബീന താത്താക്ക് ദേഷ്യം വന്നത് ഹിജാബ് ഇട്ടുകൊണ്ട് ആ കോളേജിലെ മുസ്ലിം പെൺകുട്ടി ഡാൻസ് കളിച്ചതാണ് ഇപ്പൊ ഇത്താത്തായെ ചൊടിപ്പിച്ചത്. പുള്ളിക്കാരി പറയുന്നത് അങ്ങനെ ഡാൻസ് കളിക്കാൻ പാടില്ലെന്നാണ്. വേണമെങ്കിൽ ഹിജാബ് തലയിലിട്ട് കളിക്കരുത്, കൈ പിടിച്ച് കളിച്ചോളാം. അതാണ് മുബീന താത്തയുടെ നിലപാട്. എന്തായാലും ഇങ്ങനെ കുട്ടികള് തട്ടമിട്ട് ഡാൻസ് കളിക്കേണ്ടെന്ന് പറഞ്ഞ അതേ ആള് തന്നെ ഇൻസ്റ്റാഗ്രാമില് തട്ടമിട്ടുകൊണ്ട് പലജാതി റീലുകളും ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. അപ്പോ ഈ താത്ത ഈ പെൺകുട്ടിയെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ വരെ തലയിൽ ഹിജാബൊക്കെ ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരി വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആദ്യം ഡാൻസ് ഒന്ന് കണ്ടുനോക്കാം. അത് കഴിഞ്ഞിട്ട് മുബീന താത്തയുടെ വീഡിയോ കാണാം. അടിപൊളിയായിട്ട് എന്തായാലും പുള്ളിക്കാരി ഡാൻസ് കളിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ആലോചിക്കുന്ന ഈ മുസ്ലിം പെൺകുട്ടി എന്ത് വൃത്തിയായിട്ടാണ് ആ ഡാൻസ് കളിച്ചത്. ഒരു കുറ്റവും പറയാനില്ല. വസ്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് ഒരു ഇതിന്റെ കാര്യത്തിലാണെങ്കിലും പുള്ളിക്കാരിനെ ഒട്ടും കുറ്റം പറയാൻ പറ്റത്തില്ല. എന്നിട്ടും എന്താണോ ഈ ഒരു ഡാൻസ് കണ്ടിട്ട് ഇജാതി ആൾക്കാരൊക്കെ കുറ്റവും പറഞ്ഞുകൊണ്ട് വരുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും നമുക്ക് നേരത്തെ മുബീന താത്ത എന്ന് പറഞ്ഞ ഒരു താത്താടെ ഒരു കാര്യം പറഞ്ഞില്ല, ആ പുള്ളിക്കാരി പറയുന്ന വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. അത് ശരി, എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തിയ പോലെയാണ് ഇത്താത്ത വന്നിരുന്ന കാര്യം പറയുന്നത്. ഒരുപാട് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചിട്ടും അതിൽ ഹിജാബ് ഇട്ട പെൺകുട്ടി മാത്രം ശ്രദ്ധിക്കപ്പെട്ടു എന്ന്. അതെന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നിങ്ങളെപ്പോലുള്ള ആളുകൾ തന്നെയാണ് അതിന് കാരണം. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പറയുമല്ലോ, തട്ട വിട്ടുകൊണ്ട് ഡാൻസ് കളിച്ചാൽ നരകത്തിലെ വിറവ് കൊള്ളിയാവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ തന്നെയാണ് കാരണം. അതുകൊണ്ടാണ് ഈ പെൺകുട്ടി മാത്രം ശ്രദ്ധിക്കപ്പെട്ടത്. മനസ്സിലായോ? അല്ലെങ്കിൽ സാധാരണ ഒരു ഡാൻസ് എന്ന രീതി മാത്രമേ ഈ ഒരു ഡാൻസിനെ നോക്കി കാണത്തുള്ളൂ. ഡാൻസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഹിജാബ് ധരിച്ച് ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞ് ഇവിടെ ആകാശം ഒന്നും ഇടിഞ്ഞ് താഴെ വീഴാൻ പോകുന്നു. ഇനി അഥവാ മതപരമായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അത് ഈ പെൺകുട്ടിയും പടച്ചവനും തമ്മിൽ നോക്കിക്കോളും. അതിൽ നിങ്ങൾ എത്ര ബേജാറാവുന്ന എന്തിനാ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം നോക്കാൻ പഠിക്കും. നിങ്ങളും കാര്യം മാത്രം നോക്കിയാൽ മതി. പടച്ചവന് മുന്നിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണോ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ട് മറ്റുള്ളവരെ നിങ്ങൾ ഉപദേശിക്കാൻ ഇറങ്ങും. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ? എന്തിനാണ്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് തിരക്കുള്ള സ്ഥലത്തിലൂടെ 100-120 സ്പീഡിൽ കാർ ഓടിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? ആ കാർ ഓടിക്കുന്ന ആൾക്കും അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഡേഞ്ചർ അല്ലേ? പിന്നെ ഈ സീറ്റ് ബെൽറ്റ് കൊണ്ട് എന്താണ് പ്രയോജനം? യെസ്, ഇതെന്തായാലും ഉദാഹരണമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുകൊണ്ട് ഇതാത്ത എന്താണ് ഉദ്ദേശിക്കുന്നത്? സീറ്റ് ബെൽറ്റും ഹിജാബും ഇത് എന്ത് കമ്പാരിസൺ ആണ്? അപ്പോ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് അമിത വേഗത്തിൽ പോകുന്നത് പോലെയാണ് ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കുന്നത്. സംഭവം എന്താണ് ഇത്താത്ത ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഹിജാബ് ഇട്ട് ഡാൻസ് കളിച്ചാൽ ഹിജാബ് ഇട്ടത് കൊണ്ട് വലിയ പ്രയോജനമില്ല എന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പെൺകുട്ടി എന്ത് തോന്നിയാസാണ് കാണിച്ചത്? നല്ല വൃത്തിക്ക് തന്നെയാണ് പുള്ളിക്കാരി ഡാൻസ് കളിച്ചത്. അപ്പോ നല്ല രീതിയിൽ ഡാൻസ് കളിച്ചിട്ടും നിങ്ങൾക്ക് കുറ്റമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനാണ് ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഈ പെൺകുട്ടി ഹിജാബ് ധരിക്കാതെയാണ് ഡാൻസ് കളിച്ചിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. തട്ടമിട്ട് കളിച്ചൂടെ എന്നും പറഞ്ഞ് കുറെ എണ്ണം വരും. ആദ്യം ഉണ്ടല്ലോ സ്വയം നന്നാകാൻ നോക്കും. ഹിജാബ് എന്ന് പറയുന്നത് ഒരു സാധാരണ തുണിയല്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ വിശ്വാസം അള്ളാഹ് കൽപ്പിച്ച രീതിയിൽ മാന്യമായും എളിമയോടും കൂടി ധരിക്കുന്ന ഒന്നാണ് ഹിജാബ്. അപ്പൊ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസികൾക്ക് അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാവാം പലരും വിമർശിച്ചത്. അപ്പോ
ഇസ്ലാമികപരമായിട്ട് ഹിജാബ് ഇട്ട് ഡാൻസ് കളിച്ചാൽ തെറ്റാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഇൻസ്റ്റാഗ്രാം പോലുള്ള ഒരു പ്ലാറ്റ്ഫോം കോടിക്കണക്കിന് ആണുങ്ങൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പൊ ഇത്താത്ത ചെയ്യുന്നത് തെറ്റല്ലേ? ഹിജാബ് ധരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് തെറ്റല്ലേ? കോടിക്കണക്കിന് ആളുകൾ കാണുന്നില്ലേ ആണുങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ മതത്തിന്റെ രീതിയിൽ ജീവിക്കാൻ നോക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫേസ് ഫുൾ കവർ ചെയ്ത് കണ്ണ് മാത്രം കാണുന്ന രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ പോലും കാണാൻ പറ്റത്തില്ല. നിങ്ങൾ ശരിയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ മാത്രം ചോദിച്ച ചോദ്യമല്ല, ഇത്താത്തയുടെ റീല് കണ്ടിട്ടുള്ള പലരും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അവർക്ക് കൊടുത്ത മറുപടി എന്താണെന്ന് പറഞ്ഞാൽ, ഹലാലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന്. വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇത്താത്ത ന്യായീകരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കമന്റ്സ് ഇത്താത്ത മുക്കിയിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. പണമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണമായിരിക്കും ഏറ്റവും വലുത്. പക്ഷെ പണക്കാരനായിട്ടുള്ള ഒരാൾക്ക് പണം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയും. പണത്തിനേക്കാളും വലുത് വേറെ ഇതൊക്കെയാണെന്ന് അവർ പറയും. അതുപോലെയാണ് ഇത്താത്താന്റെ കാര്യം. സംഭവം എന്താന്ന് വെച്ചാൽ, ഇത്താത്ത റീൽസും കാര്യങ്ങളൊക്കെ ഇട്ട് ഇത്താത്ത സോഷ്യൽ മീഡിയയിൽ പണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി റീൽസ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇനി മുതൽ ആളുകളെ ഉപദേശിക്കാമെന്നും പറഞ്ഞ് ഇത്താത്ത ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. അല്ല, ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ ഡാൻസ് ചെയ്യും. നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യും. ഹിജാബിന് അതിൻ്റെതായിട്ടുള്ള ഒരു പരിശുദ്ധിയുണ്ട്. ഞാൻ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ആ പെൺകുട്ടിയെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്തിട്ട് പുള്ളിക്കാരി എന്ന് പറഞ്ഞ കേട്ടോ, ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുമല്ലോ. ഇനി എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. ഈ ഉപദേശിച്ച ഇത്താത്താടെ ഒരു വീഡിയോ ആണ് കേട്ടോ. പുള്ളിക്കാരി പഴയ കാലത്ത് ചെയ്ത ഒരു വീഡിയോ ആണ്. ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഇതാരപ്പാ ഈ പറയുന്നേ? എന്റെ പൊന്ന് ഹിജാബിട്ട ദിനത്താത്ത, നിങ്ങളുടെ പണ്ടത്തെ വീഡിയോ ആയിരിക്കാം ഇത്. എന്നാ നിങ്ങളുടെ പണ്ടാണ് ഇപ്പത്തെ പലരുടെ ഇന്ന്. അതിന് ഒരു വർഷം മുന്നേ വരെ നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ജീവിച്ചത്. ഇപ്പൊ നിങ്ങൾ വലിയ ദീനിയായെന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ നിങ്ങൾ എന്തിനാണ് ജഡ്ജ് ചെയ്യുന്നത്? ഹിജാബിട്ട് വീഡിയോ ചെയ്യുന്നത് തെറ്റാണെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പ്രസംഗിക്കുന്ന എന്റെ താത്ത, ലക്ഷക്കണക്കിന് അപരിചിതരായ പുരുഷന്മാർ കാണുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് മുഖം കാണിച്ച് പ്രസംഗിക്കുന്നത് ഹറാമാണെന്ന് ഞാൻ പറയുന്നില്ല, ഹലാലാണെന്ന് എവിടെ പറഞ്ഞേക്കുന്നത്. പഴയ വീഡിയോ എന്തുകൊണ്ട് റിമൂവ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോ ദീനിയായ താത്ത പറയുന്നത് കൊളാബറേഷൻ ആണെന്ന്. എന്താ താത്ത, കൊളാബറേഷൻ ആണോ നിങ്ങൾക്ക് വലുത്? സ്വന്തം കാര്യം വരുമ്പോ കൊളാബറേഷനും ഹലാലും, ബാക്കിയുള്ളവരുടെ കാര്യം വരുമ്പം ഹിജാബ് താത്ത. എല്ലാവരും മരിച്ചു ചെല്ലുന്നത് പടച്ചവന്റെ അടുത്താണ്. അവനവൻ ചെയ്യുന്ന നല്ലതും ചീത്തയ കാര്യങ്ങൾക്ക് പടച്ചവന്റെ അടുത്ത് അവര് മറുപടി കൊടുത്തോളൂ. താത്തക്ക് എല്ലാത്തിന്റെ സുഖേടാ. ഒപ്പനയ്ക്കൊക്കെ നമുക്കിനി പുതിയ കോസ്റ്റ്യൂം ഇറക്കാം, അല്ലേ താത്ത? അതാണ് തലമറന്ന് എണ്ണ വെക്കരുതെന്ന് കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. നാട്ടുകാരെ ഉപദേശിക്കുന്നതിന് മുമ്പ് സ്വയം പെർഫെക്റ്റ് ആണോ എന്ന് നോക്കുക, എന്നിട്ട് ഇറങ്ങി. പുള്ളിക്കാരിക്ക് ഉൾവിളി വന്നപ്പോഴേക്കും പുള്ളിക്കാരി നന്നായി. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ ഈ ഡാൻസ് കളിച്ച പെൺകുട്ടിക്കും എന്തെങ്കിലും ഉൾവിളി വരുമ്പോഴത്തേക്കും ഡാൻസ് നിർത്തിക്കോളും. അല്ലാതെ നിങ്ങൾ ഇതിനകത്ത് കിടന്ന് വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇത്താത്ത ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് പിന്നാലെ ഒരുപാട് പേര് വിമർശനങ്ങളുമായിട്ട് ഇത്താത്താന്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഇത്താത്ത ഒരു ന്യായീകരണ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് കണ്ടുപോകാം. താങ്ക് യു സോ മച്ച്. ഹിജാബിനെ പറ്റി വീഡിയോ ചെയ്തപ്പം ഒരുപാട് സപ്പോർട്ട് കിട്ടി, മാഷാ അല്ലാ. അതേപോലെ കുറച്ച് ട്രോളുകളും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഞാൻ കണ്ടു. അവർക്കും ഒരുപാട് താങ്ക്സ്. കാരണം ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിച്ചു. പിന്നെ അതിൽ കുറച്ച് ആളുകൾ എന്റെ പഴയ വീഡിയോസ്, ഒരു 3-4 വർഷം മുമ്പുള്ള കൊളാബറേഷൻസ്, ഹസ്ബൻഡുമായിട്ടുള്ള വ്ളോഗ് വീഡിയോസ് ഒക്കെ ഇപ്പം പുതുതായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? ഒരു റീലൊക്കെയാണ് ഇടണ്ടേ, ഇടുമ്പം 3-4 റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യണ്ടേ? എന്താണ് കഷ്ടമുണ്ട്. കാരണം ഈ റീൽസ് കാണുമ്പം സത്യം പറയാലോ, എനിക്ക് ഓർമ്മപ്പെടുത്തലുകളാണ്. ഞാൻ എങ്ങനെയായിരുന്നു 1 കൊല്ലം മുൻപ് വരെ, ഇപ്പൊ എങ്ങനെയാണ്. മാഷാ അല്ലാ. സത്യം പറയാലോ, എനിക്കെന്നോട് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നതാണ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. കാരണം മരിക്കും മുൻപ് എനിക്ക് ഹിദായത്ത് കിട്ടി എന്നുള്ളതാണ്. ഇനി ഇതിൽ നിന്നും കൂടുതൽ മെച്ചപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോ വാക്കുകളും കുത്തുവാക്കുകളാണെങ്കിൽ പോലും അതെനിക്കൊരു പ്രചോദനം തന്നെയാണ്. പിന്നെ എന്റെ ഈ പഴയ വീഡിയോയും പുതിയ വീഡിയോയും ഇപ്പോഴത്തെ ഞാനും കണ്ടിട്ട് ഒരാളെങ്കിലും മാറുകയാണെങ്കിൽ അൽഹംദുലില്ലാ, എനിക്ക് അത് മാത്രം മതി എന്ന് കരുതി എല്ലാവരോടും പോയിട്ട് ഞാൻ ഹിജാബ് ധരിക്കാനൊന്നും പറയില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ സമൂഹത്തിൽ എന്തെങ്കിലും തെറ്റായ കാര്യം കാണുമ്പോൾ മാന്യമായ രീതിയിൽ അത് പറയുക എന്നൊരു കടമയുണ്ട്. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ നിങ്ങൾ ഹിജാബ് ധരിച്ചാലും ഇല്ലെങ്കിലും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. മരണപ്പെടുമ്പം ഖബറിലേക്ക് എന്റെ കൂടെ നിങ്ങൾ ആരും വരുന്നില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാര് ഹിജാബ് ധരിച്ചാൽ അവർക്കുണ്ടാകുന്ന ഗുണത്തെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം.
ഓക്കെ, ആരും നിർബന്ധിക്കത്തില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ മാന്യമായി പറയും. നിങ്ങൾക്ക് വിമർശിക്കാം, മാന്യമായിട്ട് വിമർശിക്കാം. നല്ലതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഉൾക്കൊള്ളും. ഓക്കെ, ഐ ആം സോറി. ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യരുത് എന്ന് ഞാൻ ഓപ്പണായി വന്ന് പറഞ്ഞത് ജനറൽ ആയിട്ടാണ്, ആരെയും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ അത് കാരണം ഒരു പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായി എങ്കിൽ തീർച്ചയായും ആ കുട്ടി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. തീർച്ചയായിട്ടും. ഇതുവരെ ആ കുട്ടി എനിക്ക് അങ്ങനെ ഒരു മെസ്സേജും അയച്ചിട്ടില്ല. പക്ഷെ ഞാൻ കണ്ട മറ്റൊരു കാര്യം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ കുട്ടിയെ വെച്ച് റിയാക്ഷൻ ചെയ്ത ഒരു വീഡിയോയിൽ ആ കുട്ടി തന്നെ കമന്റ് ചെയ്തത് ഇങ്ങനെയാണ്: ദേ ആർ മേക്കിംഗ് മീ പോപ്പുലർ. സോ റിയാക്ഷൻ വീഡിയോസിലൂടെ പോപ്പുലാരിറ്റിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വീഡിയോ അതേപോലെ തന്നെ ഇരുന്നോട്ടെ. ഹിജാബ് ധരിച്ച് ഡാൻസ് ചെയ്തോളൂ എന്ന് ഞാൻ പറയായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് കയ്യടി കിട്ടുമായിരുന്നു. പക്ഷേ ഞാനത് പറയില്ല. നോണ പറയാൻ എന്നെ കൊണ്ട് ആവില്ല സഹോദരങ്ങളെ, പറ്റില്ല. അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും നേരിടാൻ ഞാൻ റെഡിയാണ്. എനിക്കറിയാം സോഷ്യൽ മീഡിയ ആണ്, ക്രിറ്റിസിസം ഉണ്ടാകും, ട്രോൾ ഉണ്ടാകും, ഒക്കെ അറിയാം. വർഷങ്ങളായി ഞാനിത് ചെയ്യുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് തന്നെയാണ് സത്യങ്ങൾ തുറന്നു പറഞ്ഞ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിലും നല്ലത് പറയുമ്പോൾ അംഗീകരിക്കാൻ എല്ലാവർക്കും കഴിയില്ല. ഇറ്റ്സ് ഓക്കെ, ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല കേട്ടോ. കഴിഞ്ഞ ബിഗ് ബോസ് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ പറയാൻ, ആ കുട്ടി വന്നിട്ട് താത്ത അധികം നന്നാകൂ എന്നിട്ട് ഉപദേശിക്കുന്നു എന്നൊക്കെ. മോളുടെ ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നയാളാണ് ഞാൻ. ഒരുപാട് ലൈഫിൽ പഠിച്ചിട്ട് വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കാൻ കഴിയും, കാരണം ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ എനിക്കറിയാം നിങ്ങൾ അതൊന്നും ഉൾക്കൊള്ളില്ല. അത് ഇവിടെ ഒന്നും തെറ്റല്ല, അവരുടെ പ്രായത്തിന്റെ പ്രശ്നമാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിക്ക് പറയാനുള്ളത് മാന്യമായി ഞാൻ പറയും. കേൾക്കേണ്ടവർ കേൾക്കുക, അല്ലാത്തവർ തള്ളിക്കളയുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ആരെയും നിർബന്ധിക്കുന്നില്ല. പിന്നെ എനിക്കെതിരെ ട്രോളുകൾ ചെയ്യുന്നവരോട്, നിങ്ങൾ ആരോടും എനിക്ക് ഒരു ദേഷ്യവും ഇല്ല, പരിഭവവും ഇല്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തോളൂ. കാരണം ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായി തന്നെയാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് പുറത്തു കൊടുത്താൽ റബ്ബ് എനിക്ക് പുറത്തു തരുന്നുള്ളൊരു വിശ്വാസമുണ്ട്. സോ ആരോടും ദേഷ്യമില്ല കേട്ടോ. കീപ് ഗോയിങ്. ഇതുപോലെ തന്നെ ഓരോ വീഡിയോസ് നിങ്ങൾ ചെയ്തോളൂ. മാന്യമായി ചെയ്യാമെങ്കിൽ അത്രയും നല്ലത്. ഇൻഷാ അല്ലാഹ് ആരെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യേണ്ട എന്റെ കടമ അത് മാന്യമായി ഞാൻ ചെയ്തു കൊണ്ടേയിരിക്കും. എത്ര എക്സ് മുസ്ലിംസും എത്തിസ്റ്റുകളും വന്നാലും ഞാൻ മുന്നോട്ട് വെച്ച കാൽ പുറകോട്ട് വെക്കില്ല. അതിന്റെ പേരിൽ എത്ര കല്ലേറ് കിട്ടിയാലും ഐ ഡോണ്ട് കെയർ. ഓക്കെ, എന്തായാലും ഇത്താത്ത നല്ലപോലെ കിടന്ന് മെഴുകുന്നുണ്ട്, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഇതിനിടയ്ക്ക് ഇത്താത്ത പറഞ്ഞു ആ ഡാൻസ് കളിച്ച പെൺകുട്ടി എനിക്ക് വന്ന് മെസ്സേജ് അയക്കുവാണെങ്കിൽ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ആ പെൺകുട്ടി ഇത്താത്തയുടെ റീലിന് താഴെ വന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടായിരുന്നു. ഞാൻ ആ കമന്റ് ഇവിടെ സൈഡിൽ കൊടുക്കാം. അങ്ങനെ ഈ പെൺകുട്ടി കമന്റ് ഇട്ടതിന് ശേഷം മുബീനാത്ത പേഴ്സണൽ ആയിട്ട് ഈ പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചു. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇത്താത്ത വേറൊരു വീഡിയോ ചെയ്തു, അത് കണ്ടുപോകാം. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പെൺകുട്ടി എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളത്. സോ ഐ മെസ്സേജ് ഹർ. ഞങ്ങൾ തമ്മിൽ നല്ലൊരു നൈസ് കോൺവെർസേഷൻ നടന്നു. ആ കോൺവെർസേഷൻ ഇവിടെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊന്നും തൽക്കാലം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഞാൻ പറഞ്ഞൊരു ചെറിയ ഭാഗം ഇവിടെ കേൾപ്പിക്കുകയാണ് കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 7 വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നത് എനിക്ക് ടോസ് ഒരു കുത്തരിയല്ല. ഇതൊക്കെ ഒരുപാട് കണ്ടത് മോൾക്ക് ഇപ്പോൾ പുതിയതായതുകൊണ്ട് അത് മനസ്സിലാവാത്തത്. പിന്നെ ഒരുപാട് എക്സ് മുസ്ലിംസ് എത്തിസ്റ്റുകൾ എനിക്കെതിരെ സ്ട്രോങ് ആയിട്ട് വീഡിയോ ചെയ്ത സ്ഥിതിക്ക് അവരുടെ മുന്നിൽ മുട്ടുകുത്താൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ മോളുടെ മെസ്സേജിന്റെ മുന്നിൽ ഞാനത് ചെയ്യും. കാരണം നിന്നെ ഞാനൊരു സഹോദരിയെ പോലെ കാണുള്ളൂ. മോളെന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും എന്ത് അസഭ്യം പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയത്തില്ല. കാരണം എനിക്ക് മോള് ഈ പ്രായത്തിലുള്ള കുട്ടിയാകുമ്പോൾ എനിക്ക് അറിയാറൊക്കെ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒന്നും കാര്യമാക്കുന്നില്ല. ഈ വോയിസ് ഞാൻ ഇവിടെ കേൾപ്പിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഐ ആം നോട്ട് സ്കെയർഡ് ഓഫ് എനിവൺ ബട്ട് ഓൺലി അള്ളാഹ്. അതുകൊണ്ട് ആ കുട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമായിട്ട് ഞാൻ ഈ വീഡിയോ 1.4 മില്യൺ വ്യൂസ് ഉള്ള ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാണ് ഫോർ നൗ. ഓക്കെ, ഒരാളെയും ബുദ്ധിമുട്ടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. എനിക്കെതിരെ വീഡിയോ ചെയ്ത് ആളുകൾക്കും ഇനി ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവരെയും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, ബി ഹാപ്പി. അത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരു ദിവസം മരണപ്പെടേണ്ടവരാണ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമൊന്നും വെച്ചിട്ടൊരു കാര്യമില്ല. സോ എനിക്ക് ആരോടും ദേഷ്യമില്ല. അതാ നമുക്ക് എല്ലാവർക്കും നേർവഴി കാണിച്ചു തരട്ടെ. ആമീൻ. ഇത്താത്ത ക്ഷമിച്ചു കൊടുത്തല്ലോ, സന്തോഷം. അപ്പൊ ഇത്താത്തയെ കുറിച്ച് ഭാവിയിൽ വീഡിയോ ചെയ്യാൻ പോകുന്നവർക്ക് വരെ ഇത്താത്ത ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത്താത്ത ഒരു നന്മവരും തന്നെ. അപ്പൊ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടേത് വെറും വിശ്വാസമല്ല, അന്ധവിശ്വാസമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം അല്ലെന്നല്ല, ഒരുപാട് വിശ്വാസം കൂടിപ്പോയ അന്ധതയായിട്ടുള്ള വിശ്വാസമാണ് ഇവരുടെയൊക്കെ. അതെനിക്ക് പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം.